പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SCERT സയൻസ് പാഠഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDC അതേപോലെ തന്നെ LGS എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് വീഡിയോക്കകത്തുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണകമാണ്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണകമാണ്? ഉത്തരം സാന്തോഫിൽ. സാന്തോഫിലാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത്. ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നു. കരോട്ടിൻ മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്നു. അടുത്ത ചോദ്യം, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? ഉത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശങ്ങളുടെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. മാംസനിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഈ ആറ്റം സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പ്രസ്താവനപരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഈ പാഠഭാഗം SCERT 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആറ്റം ഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് കോശാംഗമാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏത് കോശാംഗമാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്? ഉത്തരം മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതലായിട്ട് ഊർജം ആവശ്യമാണ്. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് ഇത് ഓർത്തു വെക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്ന പേര് എന്താണ്? 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ലീസ്റ്റ് കൗണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? ഉത്തരം സിങ്ക്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നിവ. അടുത്ത ചോദ്യം, സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം സെക്കൻഡ് ആണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളാണുള്ളത്. അതിൽ സമയത്തിന്റെ സെക്കൻഡാണ് അടിസ്ഥാന യൂണിറ്റ്. നീളത്തിന്റെ മീറ്റർ ആണ്. അതേപോലെ വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ്. പ്രകാശ തീവ്രത കാൻഡിലയാണ്. പദാർത്ഥത്തിന്റെ അളവ് മോളാണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ ഈ 7 അടിസ്ഥാന യൂണിറ്റുകളും പഠിച്ചിരിക്കേണ്ടതാണ്. അതേപോലെ അവയുടെ പ്രതീകങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. അടുത്ത ചോദ്യം, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഉത്തരം കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളിൽ ഒന്നാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആയിട്ടുള്ള കാൻഡില. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കും. ഈ സവിശേഷത എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡക്റ്റിലിറ്റിയാണ് ഈ സവിശേഷതയുടെ പേര്. അടുത്ത ചോദ്യം, 1 ലിറ്റർ കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ്? 1 ലിറ്റർ കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ്? ഉത്തരം 35 ഗ്രാം. അടുത്ത ചോദ്യം, ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ടാർട്രാസിൻ. അടുത്ത ചോദ്യം, പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അദിശ അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത്.
അടുത്ത ചോദ്യം, കോക്ലിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കോക്ലിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം എൻഡോലിംഫ്. കോക്ലിയ ചെവിക്കകത്തുള്ള ഒരു ഭാഗമാണ്. ആന്തരകർണത്തിന്റെ ഭാഗമാണ് കോക്ലിയ. ഒച്ചിന്റെ ആകൃതിയാണ് കോക്ലിയക്ക്. അപ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന ദ്രാവകമാണ് എൻഡോലിംഫ്. അടുത്ത ചോദ്യം, രൂപമാറ്റം വരുത്താൻ സാധിക്കുന്ന എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന പദത്തിൽ നിന്നും ആണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. ഈ വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? രൂപമാറ്റം വരുത്താൻ സാധിക്കുന്ന എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നും ആണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. ഈ വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ഉത്തരം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം മൈക്രോൺ ആണ്. അടുത്ത ചോദ്യം, ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം ബേക്കലൈറ്റ്. അടുത്ത ചോദ്യം, ആവർത്തനത്തിന്റെ യൂണിറ്റ് എന്താണ്? ആവർത്തനത്തിന്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം യൂണിറ്റ് ഇല്ല. അടുത്ത ചോദ്യം, ബോയർ എന്നത് ഏത് ജീവിയുടെ സങ്കര ഇനമാണ്? ബോയർ എന്നത് ഏത് ജീവിയുടെ സങ്കര ഇനം ആണ്? ഉത്തരം ആടിന്റെ സങ്കര ഇനമാണ് ബോയർ. രക്തം ഏത് തരം കല ആണ്? രക്തം ഏത് തരം കലയാണ്? ഉത്തരം രക്തം യോജക കലയാണ്. അടുത്ത ചോദ്യം, ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാണ്? ഇലകളിൽ തയ്യാറാക്കിയിട്ടുള്ള ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാണ്? ഉത്തരം ഫ്ലോയമാണ്. അടുത്ത ചോദ്യം, സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളുടെ പേരെന്താണ്? സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ ഏതാണ്? ഉത്തരം മെരിസ്റ്റമിക കലകളാണ് സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഉത്തരം സ്വർണമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഉത്തരം ഗ്രാഫൈറ്റ് ആണ്. അടുത്ത ചോദ്യം, കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂല് ഏതാണ്? കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂല് ഏതാണ്? ഉത്തരം റയോൺ ആണ് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂല്. 25 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.